നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ സഹായിക്കുകയാണ് എന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോൺഗ്രസ് PFIയുടെ രാഷ്ട്രീയ രൂപമായ SDPIയുടെ പിന്തുണ തേടുന്നുണ്ട്. അവർ അതിനെ എതിർക്കുന്നതേയില്ല. കമ്മ്യൂണിസ്റ്റുകാരും ആ പിന്തുണയ്ക്ക് വേണ്ടി പിറകെ നടക്കുകയാണ്. ഇത്തരം ഭീകര സംഘടനകളെ വെച്ചുപൊറിപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് കീഴിലുള്ള സർക്കാർ അനുവദിക്കുന്നില്ല എന്നുള്ള ഉറപ്പുകൂടി അമിത്ഷാ നൽകുന്നുണ്ട്. ലോകത്ത് കമ്മ്യൂണിസം ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് അസ്തമിച്ചു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് BJPയുടെ നാളുകളാണ് എന്ന ആത്മവിശ്വാസം കൂടി അമിത്ഷാ പ്രകടിപ്പിച്ചിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വോട്ട് ചെയ്യണം എന്നുകൂടി അമിത്ഷാ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാപട്യത്തിന്റെ ആളുകളാണ് ഈ INDA എന്ന പ്രതിപക്ഷ മുന്നണിയിൽ മുഴുവൻ ഉള്ളത്. സഖ്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കേരളത്തിൽ തമ്മിലടിക്കുകയാണ്. എന്നാൽ ദില്ലിയിൽ ഇവർ ഇരുവരും ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇരു കൂട്ടരും ഒന്നിച്ചു നിന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തെ ആക്രമണങ്ങളിൽ നിന്ന് മുക്തമാക്കുന്ന തെരഞ്ഞെടുപ്പാകും ഇത്തവണത്തേത് എന്നുകൂടി അമിത്ഷാ പറയുന്നുണ്ട്. ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാൻ എത്തിയ അമിത്ഷായ്ക്ക് വലിയ സ്വീകരണമാണ് ആലപ്പുഴ ഒരുക്കിയത്. എന്തായാലും ഈ പ്രചരണ പരിപാടികളുടെ ഭാഗമായി സംസാരിക്കവെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായുള്ള ഈ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ഒക്കെ ബന്ധത്തെ പറ്റി അമിത്ഷാ തുറന്നു പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയായിരുന്നു. അങ്ങനെ ഭീകര സംഘടനകൾക്കെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു പാരമ്പര്യം അമിത്ഷായ്ക്കുണ്ട്. അതുതന്നെയാണ് അദ്ദേഹം ആലപ്പുഴയിലെ ജനങ്ങളെയും ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഇത് വലിയ ഗൗരവമുള്ള ഒരു പ്രസ്താവനയായി തന്നെ കാണേണ്ടി വരും. കാരണം രാജ്യത്ത് നിരോധിച്ച ഒരു സംഘടനയാണ്, ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ആരോപിക്കപ്പെട്ട ഒരു സംഘടനയാണ്. അവരുമായി അടുത്ത ബന്ധം കേരളത്തിലെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഉണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ പറയുമ്പോൾ തീർച്ചയായും ഇത് ദേശീയ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധ നേടും എന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.